ചൈനയിൽ ഈ ഒരു ബേർഡിനെ കൊന്നത് കാരണം ചൈനയിലെ 45 മില്യൺ ആൾക്കാരാണ് മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഒരു പക്ഷിയെ കൊന്നുകൊണ്ട് എങ്ങനെയാണ് ബ്രോ 45 മില്യൺ ആൾക്കാർ മരിച്ചത് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഞാനിടുന്ന ഈ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യാം. ചൈനയിൽ 1958 ചെയർമാൻ മാവോ ഡിക്ലെയർ ചെയ്തു അവരുടെ കൃഷിയിലെ ഗ്രെയിൻസ് തിന്നുന്ന എല്ലാ സ്പാരോസിനെയും തന്നെ കൊല്ലാനായിട്ട്. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവരുടെ അഗ്രികൾച്ചർ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനായിട്ട് ആ ഒരു സ്പാരോസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഫാർമേഴ്സിനും ചിൽഡ്രൻസിനും അടുത്ത സിറ്റിസൺസിനും എല്ലാവർക്കും തന്നെ പെർമിഷൻ കൊടുത്തു. സോ പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും ചേർന്ന് അതുകളുടെ കൂടുകൾ നശിപ്പിക്കാൻ തുടങ്ങി, മുട്ടകളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി, ആൻഡ് ബേർഡ്സിനെയും കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് തുടങ്ങി. സോ ഇത് മാത്രമല്ല, ഒരു സ്പാരോക്കും ഒരു മരത്തിൽ ഇരിക്കാൻ പറ്റാത്ത പറ്റി. വെറും 1 ഇയർ കൊണ്ട് ഇവർ കൊന്നു തല്ലിയത് 2 ബില്യൺ സ്പാരോസിനെയാണ്. എന്നാൽ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതിന്റെ പുറകിൽ ഒരു വലിയ ഡേഞ്ചർ ഉണ്ട് എന്നുള്ളത്. സ്പാരോസ് തിന്നിരുന്ന ഗ്രെയിൻസ് മാത്രമല്ല, കൃഷികൾ നശിപ്പിക്കുന്ന ലോക്കൌട്ട്സിനെ കൂടെയാണ്. ഇവർ ഈ സ്പാരോസിനെല്ലാം കൊന്നുകൊണ്ട് തന്നെ ഈ ഒരു ലോക്കൌട്ട്സ് പെറ്റുപെരുക്കി നല്ല രീതിക്ക് വളരാനായിട്ട് തുടങ്ങി. 10x ആയിട്ട് പെറ്റുപെരുക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ബില്യൺസ് ഓഫ് ഇൻസെക്ട്സ് ആയിരുന്നു ചൈനയിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അഗ്രികൾച്ചർ എല്ലാം തന്നെ ഓവർനൈറ്റ് കൊണ്ട് ഇത് ഇല്ലാതാക്കാൻ തുടങ്ങി. കംപ്ലീറ്റ്ലി ഒരു എമർജൻസി സിറ്റുവേഷനിലോട്ട് മാറി. ആൻഡ് ഈ ഒരു ഇൻസിഡന്റ് കാരണം ഓവർ 45 മില്യൺ ആൾക്കാരാണ് അവിടെ പട്ടിണി കിടന്ന് മരിച്ചത്. കാര്യങ്ങളെല്ലാം ഭയങ്കര മോശമായത് കൊണ്ട് ഇവർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് USSRൽ നിന്നും കുറച്ച് സ്പാരോസിനെ വീണ്ടും ഇവർ ചൈനയിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. സോ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ഹ്യൂമൻസ് നേച്ചറിനെ നശിപ്പിക്കാനായിട്ട് നോക്കി, ബട്ട് നേച്ചർ ഹ്യൂമൻസിനെ ഇല്ലാതാക്കി. സോ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്താ തോന്നിയെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് മറക്കാതെ